PCOS അനുഭവിക്കുന്നവർക്ക് മരുന്നിന്റെ ഒരു ആവശ്യവുമില്ല, പകരം ജീവിതശൈലി ഒന്ന് ക്രമപ്പെടുത്തിയാൽ മതിയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അത് സത്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധി വരെ ശരിയാണ്. പക്ഷെ എത്ര അളവിൽ നമുക്ക് ഇത് മരുന്നില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാം, അല്ലെങ്കിൽ എത്രത്തോളം എത്തുമ്പോഴാണ് മരുന്ന് ആവശ്യമുള്ളത് എന്ന് നമുക്ക് നോക്കാം. അതായത് ആർത്തവ ക്രമക്കേടുകൾ ചെറിയ രീതിയിൽ വരിക, വളരെ ചെറിയ അളവില് മീശ താടി രോമങ്ങളൊക്കെ ഉണ്ടാവുക, ചെറിയ അളവില് മുഖക്കുരു വരിക എന്നുള്ള തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ജീവിതശൈലി ഒന്ന് ക്രമീകരിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ നമുക്കിത് മാനേജ് ചെയ്യാൻ ഒരു പരിധി വരെ സാധിക്കും. എന്നാൽ ഈ സിംറ്റംസ് ഒക്കെ നന്നായിട്ട് സിവിയർ ആയിട്ട് വരിക, അതായത് ഭയങ്കരമായിട്ടുള്ള മെൻസസിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ മൂഡിലുള്ള ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മുഖത്തൊക്കെ വല്ലാതെ രോമ വളർച്ച കാണുക, മുഖക്കുരു കാണുക, ഇത്തരത്തിൽ ഈ സിംറ്റംസിന്റെ സിവിയാരിറ്റി കൂടുന്നുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓവുലേഷന്റെ അളവ് കുറയുകയും അല്ലെങ്കിൽ വലിയ മെറ്റാബോളിക് ബുദ്ധിമുട്ടുകളൊന്നുമില്ല, എന്നാൽ ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്ന് മാത്രമാണ് പ്രശ്നമെങ്കിൽ ഇതുപോലെ തന്നെ ജീവിതശൈലി ഒന്ന് ക്രമീകരിച്ചാൽ മതി. പക്ഷേ 6 മാസത്തിന്റെ അപ്പുറത്തേക്കും ഓവുലേഷൻ വരുന്നില്ല, പീരിയഡ്സ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ വന്ധ്യതയുടെ കേസിലേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ശരീരഭാരം കുറച്ച് നോക്കാം, മറ്റ് എക്സസൈസുകളൊക്കെ ചെയ്ത് നല്ലൊരു ഹെൽത്തി ഡയറ്റിലേക്കൊക്കെ വന്ന് നോക്കാം. എന്നിട്ട് കൺസീവ് ആവുന്നില്ല, ഒരു 6 മുതൽ 12 മാസം വരെ ഇത്തരത്തിൽ ട്രൈ ചെയ്തിട്ടും കൺസീവ് ആവാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന്റെ ശേഷം നമ്മൾ മെഡിസിൻ എടുക്കുകയും അതിൻ്റെ കൂടെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.